ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കോൾഡ് അല്ലെങ്കിൽ നമ്മുടെ വിൻ്റർ മേക്കപ്പ് ലുക്കാണ്. അതിനായിട്ട് ഫസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ശരിക്കും മോയ്സ്ചറൈസർ എടുക്കുമ്പം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ എടുത്തോളൂ. അതിനുശേഷം നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ കൺസീലറാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് കൺസീലർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്ത് നമുക്ക് ഫൈനലി കിട്ടുന്ന റിസൾട്ട് എന്ന് വെച്ചാൽ നല്ല റിസൾട്ടാണ് കേട്ടോ. അതായത് നമുക്ക് 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടുന്നത്. അതായത് ആര് ചെയ്താലും അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ലുക്കായിരിക്കും നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കൺസീലർ നല്ലോണം ബ്ലെൻഡ് ഓവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൈവച്ച് തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ദെൻ നമ്മൾ അടുത്തതായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മേബിലിൻ ന്യൂയോർക്കിൻ്റെ ഫിറ്റ് മീയുടെ മാറ്റ് പ്ലസ് പോൾലെസ് ആയിട്ടുള്ള ഫൗണ്ടേഷനാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഷെയ്ഡ് നോക്കി മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. എപ്പോഴും നമ്മൾ ഫൗണ്ടേഷൻ ഇടുമ്പം ഇതുപോലെ ഡോട്ടായിട്ട് സ്പ്രെഡ് ഓവർ ചെയ്തിട്ട്, അതായത് നമ്മുടെ ഫേസ് ഓവറോൾ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു ബ്ലെൻഡർ വെച്ചിട്ടോ ബ്രഷ് വെച്ചിട്ടോ ബ്ലെൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്കൊരു ഫെയർലെസ് ആയിട്ടുള്ള ലുക്ക് കിട്ടുകയുള്ളൂ. അടുത്ത നമ്മുടെ സ്റ്റെപ്പ് ബ്ലഷ് ഹാക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ബ്ലഷ് ട്യൂട്ടോറിയലാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് റീകോഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് ആണ്. നല്ല ശരിക്കും അതായത് നമുക്ക് നല്ലൊരു കവറേജ് നൽകുന്ന ചീക്ക് ടിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബ്ലഷ് ഹാക്കായിട്ട് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ആ ഒരു നോസിൻ്റെ ഏരിയയിൽ നിന്ന് നേരെ നമ്മുടെ ആ ഒരു ചീക്കിൻ്റെ ഏരിയയിലേക്ക് ഇതേപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈവച്ച് തന്നെയാണ് ബ്ലെൻഡ് ഓവർ ചെയ്യുന്നത്. ഈ ഒരു ബ്ലഷ് ഹാക്കിൻ്റെ നെയിം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സൺ കിസ്ഡ് ബ്ലഷ് ഹാക്ക് എന്നാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഹാക്കാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിപ് ബാം ഇട്ട് കൊടുക്കുകയാണ്. ശരിക്കും ഒരു ഗ്ലോസി ലിപ്സാണ് നമ്മൾ ഈ ഒരു ട്യൂട്ടോറിയലിൽ ചെയ്യുന്നത്. അതുകൊണ്ടിട്ടാണ് ലിപ് ബാം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഗ്ലോസി എഫക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ മാറ്റ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്താൽ കിട്ടില്ല. സോ നമ്മൾ നെക്സ്റ്റ് എടുക്കുന്നത് നമ്മുടെ ലിപ് ഗ്ലോസ് ആണ്. എങ്കിൽ മാത്രമല്ലേ നമുക്കൊരു എക്സാക്റ്റ് ഗ്ലോസി ആയിട്ടുള്ള ഒരു ലിപ്സ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ലിപ് ഗ്ലോസ് ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു. വീണ്ടും ഞാനൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത ബ്ലഷ് ഹാക്കില്ലേ, അതായത് നമ്മുടെ ബ്ലഷിൻ്റെ ആ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയലിലേക്കാണ് നമ്മൾ വീണ്ടും പോകുന്നത്. അതായത് ആ ഒരു ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ഇതേപോലെ ഞാൻ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹാക്കിൻ്റെ നെയിം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സൺ കിസ്ഡ് ബ്ലഷ് ഹാക്ക് എന്നാണ് പറയുന്നത്. ദെൻ നമ്മളൊരു ബ്യൂട്ടി ബ്ലെൻഡർ എടുക്കുക. എന്നിട്ട് നല്ലോണം ബ്ലെൻഡ് ഓവർ ചെയ്യുക. കുറച്ച് ടൈം എടുത്ത് തന്നെ നിങ്ങൾ ബ്ലെൻഡ് ഓവർ ചെയ്തോ കേട്ടോ. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ശരിക്കും നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു ഹാക്ക് നല്ല രസമുണ്ട്, വർക്കിംഗ് ആണ്. ശരിക്കും നമ്മുടെ ആ ഒരു ബ്ലഷ് ഹാക്ക് എന്ന് പറയുന്നത് 100% വർക്കിംഗ് ആണ് കേട്ടോ. അതായത് നമുക്ക് ഫൈനലി ഇട്ട് കഴിയുമ്പം നല്ലൊരു ലുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ ആ ഒരു ചീക്കിൻ്റെ ഏരിയയിലും അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു നോസിൻ്റെ ആ ഒരു ഏരിയയിലൊക്കെ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയൽ ഇതേപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ശരിക്കും വർക്കിംഗ് ആണ് കേട്ടോ. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെടും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷേ ഫസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു ട്യൂട്ടോറിയൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മുടെ ഐ മേക്കപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ കാജലൊന്നും വെച്ചിട്ട് ഭയങ്കര ഹെവി മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ കണ്ണ് എഴുതുന്ന പോലും ഇല്ല. ഈ ഒരു മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മസ്കാര നമ്മുടെ ആ ഒരു കണ്ണൊക്കെ നല്ല വിടർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്ത് തന്നെ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു ലുക്ക് കിട്ടണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആ ഒരു സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഹൊറിസോണലായിട്ട് ചെയ്യുക, അതിനുശേഷം വെർട്ടിക്കലായിട്ട്. അപ്പോൾ ടൈം എടുത്ത് തന്നെ നമ്മൾ നോക്കി ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഐസിൻ്റെ ആ ഒരു ലുക്ക് ശരിക്കും നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഹാക്ക് നിങ്ങളൊന്ന് മസ്കാര അപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഷുവറായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അങ്ങനെ ഫൈനലി നമ്മുടെ മേക്കപ്പ് ലുക്ക് നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.